രാമകൃഷ്ണനുമായി ഏകദേശം ഒരു 40-45 വർഷത്തെ പരിചയമൊന്ന് കണ്ട് സംസാരിച്ച് പോവുക എന്നതിലുപരി മാമനുമായി സംസാരിക്കുമ്പോൾ ഒരു സംവാദത്തിൽ ഏർപ്പെടാനും ആ നാടിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വസ്തുതകൾ അറിയാനും ഒക്കെ അത് സഹായിച്ചിട്ടുണ്ട്. ഞാൻ സെക്രട്ടേറിയറ്റിൽ ജോലിയായിരിക്കുമ്പോൾ ഒരു ദിവസം മാമൻ്റെ അടുത്തത് പറഞ്ഞു, അവിടെ PRD പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറുള്ള ഒരു GN പണിക്കർ, അദ്ദേഹത്തെ നീ പോയൊന്ന് കാണണം. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? നീ പോയി കണ്ടിട്ട് വാ, എൻ്റെ കാര്യവും പറഞ്ഞു, എന്നിട്ട് ഞാൻ ബാക്കി കാര്യം പറയാറുണ്ട്. ഞാനൊരു ദിവസം രാവിലെ പബ്ലിക് റിലേഷൻ ഡയറക്ടർ GN പണിക്കറുടെ മുറിയിൽ ചെന്ന്, ഇങ്ങനെ ഞാൻ ആനാട് നിന്നാണ് വരുന്നത്, ഞാനിവിടെ തന്നെ ജോലിയാണ്, ഇവിടുത്തെ ഒരു സംഘടന പ്രവർത്തനമൊക്കെ നടക്കുന്നവരാണ്, ഇവിടെ ഒരു നമ്പാടുകളിൽ ദാമോദരൻ നായർ എന്ന് പറയുന്ന ഒരു ആൾ സാറിനെ വന്ന് കാണാനാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ഇരുന്നിടത്ത് നിന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തെ കാണണമെന്ന് ഞാനും വളരെയേറെ ആഗ്രഹിക്കുകയാണ്. പിന്നീട് ഞാൻ ഈ കണ്ട വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവനെ വന്ന് കണ്ടു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ, ഈ GN പണിക്കർക്ക് പാർട്ടി അനുഭാവി ഗ്രൂപ്പ് മെമ്പർഷിപ്പും പിന്നീട് പാർട്ടി മെമ്പർഷിപ്പും നൽകിയത് ദാമോദരൻ മാമൻ്റെ ആണ്. പിന്നീട് GN പണിക്കർ വേറൊരു ഈ പ്രസ്ഥാനവുമായി ബന്ധമില്ലാതെ പോയി. അതേക്കുറിച്ചും മാമനുമായി സംവാദം നടന്നു, അത് വേറൊരു കഥ. അപ്പം GN പണിക്കർ സാർ പറഞ്ഞു, എനിക്കൊന്ന് കാണണം. ഞാൻ പറഞ്ഞു, വരാം. ഞാനങ്ങനെ ഒരു ദിവസം കാറുമായി ചെന്ന് GN പണിക്കർ സാറിനെ വിളിച്ചുകൊണ്ട് വന്ന് മാമനെ കാണിക്കുകയും ഇവർ രണ്ടുപേര്, അതായത് അന്ന് 95 വയസ്സോ 90 വയസ്സോ ഒക്കെ ആണ്, 80 കഴിഞ്ഞ GN പണിക്കർ സാറും തമ്മിലുള്ള ആ ഒരു സംഭാഷണം എനിക്കൊരു എന്താ പറയുക, ഒരു പഠന മുറിയായിരുന്നു, പഠന ക്ലാസ്സായിരുന്നു. അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഈ ആനാടിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ആനാടിൻ്റെ സാമൂഹിക സാംസ്കാരിക ചരിത്രം അവിടെയൊക്കെ കടന്നു വന്നത് ഡോക്ടർ വേലുപ്പിള്ള, പച്ചുവീട് നടരാജ, ഇവരെയെല്ലാം കൂടുതൽ അറിയുന്നത് ഇവരുടെ സംഭാഷണത്തിലൂടെയാണ്. പണിക്കർ സാർ പറഞ്ഞാൽ എനിക്ക് പോകണം, ഈ സ്ഥലങ്ങളിലെല്ലാം പോകണം. ഡോക്ടർ വേലുപ്പിള്ളയുടെ വീട്ടിൽ ഞാൻ പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി, അവിടെ അവരുടെ മകളെ കാണുന്നത്, അവിടെ ഒന്ന് കാണണം. ഞാൻ കൊണ്ടുപോയി അവിടെ പോയിട്ട് ഡോക്ടർ വിജയത്തിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ജോലി ചെയ്തത് ചുള്ളിമാനൂർ LPSലാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. ചുള്ളിമാനൂർ LPSലാണ്. ചുള്ളിമാനൂർ LPS എനിക്ക് കാണണം, ഒരേ നിർബന്ധം. ഞാൻ ചുള്ളിമാനൂർ LPS കൊണ്ട് കാണിച്ചു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു അനുഭവമാണ് എനിക്ക് ദാമോദരൻ മാമനെ കുറിച്ച് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വായന, ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ സംവാദങ്ങളും ഏർപ്പെടാറുണ്ട്. മാമൻ പറയുന്നതിനെ ഞാൻ ഗ്രഹിക്കാറുണ്ട്, ഞാൻ പറയുന്നതിന് മാമത്തെ ഗ്രഹിക്കാറുണ്ട്. ഇങ്ങനെ സംവാദങ്ങളിലും ഏർപ്പെടാറുണ്ട്. ഓരോ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വായിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും കുറിച്ച് വെച്ച്, അത് കുറിച്ച് വയ്ക്കുന്നത് എന്തിനായിരിക്കും? കല്യാണ ലെറ്റർ 2000 കയറി ഇങ്ങനെ നീളത്തിൽ കീഴുകയും അതിൻ്റെ ബാക്കിലൊക്കെ ആയിരിക്കും കഴിയും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടീസിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ബാക്കിലൊക്കെ ഇതൊക്കെയാണ് കുറിച്ച് വയ്ക്കുന്നത്. ഒരു ദിവസം എന്നോട് കുറേ ഡയറി ഗ്രൂപ്പുകൾ, അതിൽ വൈയക്തികമായ പ്രശ്നങ്ങളുണ്ട്, താത്വികമായ അവലോകനങ്ങളുണ്ട്, ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ചുള്ള താത്വികമായ അവലോകനങ്ങളുണ്ട്. അതൊക്കെ എടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ ഇതൊക്കെ ഒന്ന് വായിക്കും, എന്നിട്ട് നീ ഒരു കുറിപ്പ് തയ്യാറാക്കും, എന്നിട്ട് ഞാനത് വായിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് വേണമെന്ന് ചെയ്യാം എന്ന് പറഞ്ഞു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. മാമൻ്റെ കൈയക്ഷരത്തിൽ എഴുതിയത് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. പിന്നീട് ഒരു 4 കൊല്ലത്തിന് മുമ്പ് എനിക്കൊരു രോഗം പിടിപെട്ടു.
RCCയുടെ ചികിത്സയായിരുന്നു, കീമോക്കെ ചെയ്ത് കിടക്കുന്ന സന്ദർഭത്തിൽ മാമനൻ്റെ നോക്കി വന്നു. പിന്നീട് മാമൻ്റെ കൂടുതൽ സംഭാഷണത്തിൽ ഏർപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ ഞാൻ മനസ്സിലാക്കി മാമനുമായി സംസാരിക്കുമ്പോൾ ഈ നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക രംഗങ്ങൾ വികസിച്ചു വരുന്നത് ഒരു ചലച്ചിത്രത്തിലൊന്നുപോലെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം ഇവിടെ ഒരു സാമൂഹ്യ സാഹചര്യം, ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു എന്നതുവരെ വളരെ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസിലേക്ക് കടന്നാണ് മാമൻ്റെ വിശദീകരണം. എനിക്കത് തീർച്ചയായും ഒരു വിജ്ഞാനപ്രദമായിരുന്നു ആ സംഭാഷണം. മാത്രമല്ല, വായിക്കുന്ന കാര്യങ്ങളിലെല്ലാം മാമൻ കുറിച്ച് വെച്ചിട്ട് അവസാനം രാഹുൽ സങ്കൃതായനെ വായിച്ചതിന് ശേഷം മാമൻ കുറിച്ച് വെച്ചത് ഞാനിന്ന് മാമൻ്റെ ഡയറിയിൽ നിന്ന് എടുത്തത് ഒന്ന് വായിക്കാം. പൂർണ്ണമായി വികസിച്ച ശബ്ദകേന്ദ്രം ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യനെ പോലെ മറ്റു ജീവികൾ സംസാരിക്കാൻ കഴിയാത്തത്. പ്രാണികളിൽ മനുഷ്യനൊഴിച്ചാൽ ഏറ്റവും കൂടുതൽ വികസിച്ച ശബ്ദയന്ത്രമുള്ളത് പക്ഷികൾക്കാണ്. മനുഷ്യന് അത്ഭുതകരമായ പല കഴിവുകളുമുണ്ട്. പക്ഷേ അവയെ വേണ്ടും വിധം ഉപയോഗിക്കുകയും ആസ്വദിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അക്ഷരാർത്ഥത്തിൽ അത് നിറവേറ്റി ഒരു നൂറ്റാണ്ട് ജീവിച്ച് കടന്നുപോയ മനുഷ്യനാണ് എൻ്റെ ദാമോദരൻ. കീഴാളർക്ക് ദയ കാണിക്കണമെന്ന് നാം വിശ്വസിക്കുന്നു. അതേസമയം അവർ കീഴാളരായി തന്നെ തുടരണമെന്ന് ശഠിക്കുകയും ചെയ്യുന്നു. അതിന് ദൈവത്തിൻ്റെ അംഗീകാരമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിലാണ് ആ ഒരു രാഹുൽ സങ്കൃതായൻ്റെ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള നോട്ട് തയ്യാറാക്കിയതാണ്. അങ്ങനെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ 75 വയസ്സായിരുന്നു. മഹാത്മന് 100 വയസ്സ് കഴിഞ്ഞ. അപ്പോൾ അതിനു മുമ്പുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47 കാലഘട്ടം, അത് കണ്ട മനുഷ്യൻ. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 52 അത് കണ്ട മനുഷ്യൻ. അതെല്ലാം വളരെ വിസ്തരമായി ആ നാടിൻ്റെ പശ്ചാത്തലമാക്കി എനിക്ക് വിവരിച്ചു തന്നത്. നമ്മളത് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. 47 സ്വാതന്ത്ര്യം കിട്ടി, 48 ഗാന്ധി വധം. ഈ സന്ദർഭത്തിലൊക്കെ ആ നാടിൻ്റെ പ്രാദേശികമായ ചരിത്രത്തെ മുൻനിർത്തി പശ്ചാത്തലമാക്കി വിവരിച്ചു തന്നു. 1952, അതുപോലെ തന്നെ 57 ഗവൺമെൻറ്. അത് കഴിഞ്ഞ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ GN പണിക്കർ വിട്ടുപോകാനുണ്ടായ കാരണം 20ാം പാർട്ടി കോൺഗ്രസ്, സോവിയറ്റ് യൂണിയൻ പാർട്ടി കോൺഗ്രസിൽ ക്രൂഷ്യൽ ചെയ്ത പ്രസംഗത്തെ തുടർന്നാണ്. മാത്രമല്ല, അന്ന് 57 ഗവൺമെന്റിനെ കുറിച്ച് മറ്റ് പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്ന സെൽഭരണം, കുട്ടിസഖാക്കൾ, ഇതൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് GN പണിക്കർ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തനായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അദ്ദേഹത്തിന് മറുപടി എഴുതിയ കുറുപ്പും അത് തന്നെ കാണിച്ചു. അദ്ദേഹവുമായി സംസാരിച്ചു. ഈ കുറുപ്പിന്